ഇത് ഒരു ലവ് സ്റ്റോറിയാണ്. കാമുകിയും കാമുകനും തമ്മിലുള്ള കളികളും പിന്നീട് സംഭവിക്കുന്ന കാമുകിയുടെ ചതിയും അതിന് പിന്നാലെ കാമുകന്റെ പ്രതികാരവും ചേർന്ന ഒരു അടിപൊളി കഥ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് കഥയുടെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കണ്ടാൽ മാത്രമേ ഓരോ ക്യാരക്ടേഴ്സിനെയും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കഥയിലേക്ക് കിടക്കാം. മൂത്രമൊഴിച്ച കൊണ്ട് നിന്നപ്പോഴാണ് അജയ്ക്ക് ഫോണിൽ മോനികയുമായിട്ടുള്ള വീഡിയോ കോൾസിന്റെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും ഒക്കെ ഉള്ള കാര്യം ഓർമ്മ വന്നത്. ഫോൺ അരുണിന്റെ കയ്യിലാണ്. അജയ് പെട്ടെന്ന് തന്നെ ഓടിക്കിതച്ച് ക്ലാസ്സിലെത്തി. അരുൺ ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ചിട്ട് മോനികയുടെ ചന്തയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ക്ലാസ്സിൽ. ഫോണിലെ ഗാലറി വല്ലതും അവൻ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അവരുടെ എല്ലാം മുഴുവനായും കാണുമായിരുന്നു. അജയ് അപ്പോൾ തന്നെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഹൈഡ് ചെയ്തു. അന്ന് ഈവനിങ് വീട്ടിൽ പോയതിനു ശേഷം മോനിക വീഡിയോ കോൾ ചെയ്തു. ഏത് കോലത്തിലാണ് രണ്ടുപേരും വീഡിയോ കോൾ ചെയ്തതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. മോനിക ഫോൺ ജനലിൽ ചാരി വെച്ചിട്ട് ചെയറിലാണ് ഇരിക്കുന്നത്. സംഭവം തുറന്നു കാണിക്കുമ്പോൾ രാവിലെ വെച്ച പേന അതിനകത്ത് ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു. അവളത് പതുക്കെ വലിച്ചൊരു പുറത്തെടുക്കാൻ നോക്കിയപ്പോൾ അജയ് പറഞ്ഞു, അതവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ പറയുമ്പോൾ ഊരി എടുത്താൽ മതി. നമുക്കൊരു ഗെയിം കളിക്കാം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം, അതുപോലെ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യും. ശരി, കളി തുടങ്ങാം. ഞാൻ തന്നെ ആദ്യം പറയാം. ഈ കോലത്തിൽ നീ ഡാൻസ് കളിച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ. ഒന്ന് കളിക്കാവോ? 2 മിനിറ്റ് നിർത്താതെ ഡാൻസ് കളിക്കണം, അജയ് പറഞ്ഞു. അവൾ ചേറിൽ നിന്നും എണീറ്റ് സൗണ്ടൊന്നും കേൾക്കാത്ത രീതിക്ക് ചെറുതായിട്ട് തുള്ളിച്ചാടി കളിച്ചു. അജയ് അതും കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞ് ചെയറിലിരുന്നു കൊണ്ട് മോനിക പറഞ്ഞു, ഇനി ഞാൻ പറയാം. നീ നിന്റെ തുളി നല്ല പോലെ മാറ്റി 2 മിനിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തണം, കൈ തൊടാൻ പാടില്ല. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം അജയ് അത് ചെയ്തു. മോനിക ആർത്തിയോടെ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അജയ് പറഞ്ഞു, ഇന്ന് രാവിലെ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ വച്ച് കണ്ടതുപോലെ എനിക്കിപ്പോൾ നിന്നെ കാണണം, രണ്ടും ഒരുമിച്ച് കാണണം. അവൻ പറഞ്ഞതുപോലെ കാണിച്ചു. രണ്ടും നല്ല രീതിയിൽ അവന് കാണാൻ പറ്റി. അജയ്ക്ക് ആ പോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോനിക കുറെ നേരത്തിന് ശേഷം ചേരിൽ വന്നിരുന്നു. പിന്നെ മോനിക പറഞ്ഞു, നീ കണ്ണടച്ചിരുന്ന് വാണമടിക്ക്, പക്ഷെ വിഷം കളയണ്ട, ഞാൻ കാണട്ടെ. അവൻ അതുപോലെ ചെയ്തു. കുറെ നേരം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ രണ്ടുപേരും നല്ല ഫോമിലായി. രണ്ടുപേരും വായില് വെള്ളം പറ്റിയ അവസ്ഥയിലായി. പിന്നെ അജയ് പറഞ്ഞു, നീ വേറെ ഒരാളെ ആലോചിച്ച് അയച്ചിറങ്ങണം. നിനക്കിഷ്ടമുള്ള ഒരാളെ ആലോചിച്ച്. ആദ്യമൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നെ 2 കണ്ണും അടച്ചിരുന്ന് അവൾ പണി തുടങ്ങി. വേറെ ആരെയും ആലോചിച്ച് അവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അജയ്ക്ക് ഒരു പ്രത്യേക ഫീലായിരുന്നു. 10 മിനിറ്റ് അടുപ്പിച്ച് അവൾ മതി മറന്നുകൊണ്ടത് ചെയ്തുകൊണ്ടിരുന്നു. സംഭവം കഴിഞ്ഞപ്പോൾ അജയ് ആകാംക്ഷയോടെ ചോദിച്ചു, ആലോചിച്ചാ നീ ചെയ്തേ? അപ്പുറത്തെ വീട്ടിലെ ആകാശിനെ ആലോചിച്ചായിരുന്നു ചെയ്തത്, അവൾ പറഞ്ഞു. അജയ്ക്ക് കുറെ കൂടെ ആവേശമായി. അവൻ മാത്രമല്ല, ഞാനുമുണ്ട്. ഇനി അങ്ങനെ ചിന്തിച്ച് ചെയ്യടി മൈൻഡ്. ഹസ്കി വോയിസിൽ അജയ് പറഞ്ഞു. ഓരോ രീതിയിൽ 2 പേരും മാറി മാറി ചെയ്യുന്ന പോലെയൊക്കെ അജയ് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറെ നേരത്തിന് ശേഷം അവൾക്ക് പോയി. അജയും നല്ല പോലെ അവന്റെ വിഷം കളഞ്ഞു. 2 പേരും ടയേർഡിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിന്റെ എല്ലാ ചമ്മലും മോനികയുടെ ഫേസിലുണ്ടായിരുന്നു. അത് അജയ് നോട്ട് ചെയ്തു. പിന്നെ വല്ലപ്പോഴും അജയ് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ വെച്ച് കളിയാക്കുമായിരുന്നു. അന്ന് ആ ഫീലിലിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കൊച്ചു പയ്യനെ കുറിച്ച് ഇനി ഇങ്ങനെയൊന്നും കളിയാക്കരുതേ, എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് മോനിക വഴക്കിട്ടു. അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ മോനിക നല്ലപോലെ ദേഷ്യപ്പെടും. അജയും പിന്നീട് അങ്ങോട്ട് പോയില്ല. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ കോളേജ് ഡേ വന്നു. അന്ന് അജയും മോനികയും പുറത്ത് കറങ്ങാൻ പോകാൻ പ്ലാൻ ചെയ്തു. കളർ ഡ്രസ് ആയതുകൊണ്ട് വീട്ടിൽ പ്രശ്നം വരത്തില്ല 2 പേർക്കും. അങ്ങനെ 2 പേരും ഒരു നാഷണൽ ഹൈവേയിൽ കൂടെ യാത്ര തുടങ്ങി.
NH ആയതുകൊണ്ട് തന്നെ കൂടുതൽ വണ്ടികളൊന്നും ആ വഴി വരാറില്ല. വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അജയ് അവൻ്റെ ബാഗ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. എന്തിനാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ അവൻ്റെ കൈ പുറകിലിട്ട് അവൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ആൾക്കാരില്ലാത്ത സ്ഥലമെത്തുമ്പോൾ വണ്ടി നിർത്തി അവർ ഉമ്മ വയ്ക്കും. പിന്നെ ഡ്രസ്സിന് മുകളിൽ കൂടെ തന്നെ അവർ പലതും ചെയ്തു. ഒരു ദിവസം മുഴുവനും അവർ അങ്ങനെ തന്നെ യാത്ര ചെയ്തു. ഈവനിങ് കോളേജ് കഴിയുന്ന സമയത്തിന് മുമ്പ് തന്നെ മോനികയെ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം സെക്കൻഡ് ഇയറിലെ അവസാന ദിവസമായിരുന്നു. ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. കളർ ഡ്രസ് ആയിരുന്നു അന്ന്. ബോയ്സ് എല്ലാവരും മുണ്ടും ഷർട്ടും, ഗേൾസ് ആണെങ്കിൽ സാരിയും. അജയും മോനികയും നേരത്തെ തന്നെ കോളേജിലെത്തി. സ്റ്റെപ്പിൽ വെച്ച് പതിവ് പരിപാടികൾ ഉണ്ടായിരുന്നു. മുണ്ടും സാരിയും ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ആവേശത്തിലായിരുന്നു. ക്ലാസ്സിലിരുന്നപ്പോൾ അരുൺ ഫുള്ള് മോനികയെ നോക്കിയിരിക്കുവാണ്. സാരി ആയതുകൊണ്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട് എല്ലാം. അജയെ വിളിച്ച് കാണിച്ചും കൊടുത്തു. അപ്പോഴാണ് മോനിക ഒന്ന് നിവർന്നിരുന്നത്. ആ കാഴ്ച അവരെ രണ്ടുപേരെയും ഒരുപോലെ അമ്പരപ്പിച്ചു. അവളുടെ ചന്തിയുടെ ഷേപ്പ് ഇതിനേക്കാളും നന്നായി ഇനി കാണാൻ പറ്റത്തില്ല. അങ്ങോട്ട് നോക്കളിയാ. അജയുടെ കൈ തട്ടിക്കൊണ്ട് അരുൺ പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിലെ കുറേ പരിപാടികളോട് കൂടെ അന്നത്തെ ദിവസം കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ലീവാകുന്ന സമയത്തായിരുന്നു അവർക്കിടയിൽ ഒരു വഴക്ക് വരുന്നത്. ആ വഴക്ക് 2 മാസത്തോളം നീണ്ടു. രണ്ടുപേരും സംസാരിക്കാതെയായി. ലീവിൽ അജയ് ഒരു കോഴ്സിൽ ചേർന്നു. മോനിക അജയുടെ ഒരു മെസ്സേജെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് അവനെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുവാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും, അനിയത്തിയും സ്കൂളിൽ പോകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മോനികയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. ഹായ് മോനി. അജയ് ആയിരിക്കുമെന്ന് കരുതി അവൾ ഉടനെ തന്നെ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അത് ആകാശായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ. അവൻ മോനികയുടെ ഇൻസ്റ്റഗ്രാം തപ്പിപ്പിടിച്ച് മെസ്സേജ് അയച്ചതായിരുന്നു. വിഷമിച്ചിരുന്ന മോനികയ്ക്ക് ഒരു കമ്പനി കിട്ടിയതുപോലെ അവൾക്കും തോന്നി. അവളും സംസാരിക്കാൻ തുടങ്ങി. ആകാശ് ഒരു ഓപ്പൺ ടോക്ക് ചെയ്യുന്ന ടൈപ്പായിരുന്നു. ഒരു പേടിയുമില്ല. അപ്പോഴാണ് ആകാശ് പറയുന്നത്, 1 വർഷമായിട്ട് അവൻ മോനിയെ വാച്ച് ചെയ്യുന്നുണ്ട്. അവനും അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും ഓപ്പണായിട്ട് പറഞ്ഞു. മോനിക്ക് അവനെ ഒരു അനിയനായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് അജയുമായി വീഡിയോ കോളിൽ പറഞ്ഞതൊക്കെ ആ ടൈമിൽ അവൾക്ക് തോന്നിയതാണ് കേട്ടോ. എന്നാലും അവൾ അവൻ്റെ സംസാരം നന്ന പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വല്ലപ്പോഴും മുകളിൽ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഉണങ്ങാനിടാൻ പോകുമ്പോൾ അവർ പരസ്പരം കാണും, സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ കമ്പനിയായി. അവൾക്ക് ആകാശ് പെൻഡ്രൈവിൽ ഹോളിവുഡ് ഫിലിമൊക്കെ ഷെയർ ചെയ്യും. ഹോളിവുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അജയുടെ ഉദ്ദേശം. അവൻ്റെ റൂമിലെ ജനൽ തുറന്നാൽ മോനികയുടെ റൂമാണ്. മോനിക പൊതുവെ റൂമിലെ ജനലൊന്നും തുറക്കില്ലായിരുന്നു. ഒരു ദിവസം ആകാശ് ചോദിച്ചു, ചേച്ചി എന്താ രാത്രി ഒന്നും ഉറങ്ങാറില്ലേ? അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം? മോനിക ചോദിച്ചു. അവൻ പറഞ്ഞു, രാത്രി 2 മണി ആയാലും റൂമിൽ ലൈറ്റ് കാണുമല്ലോ. അജയുമായിട്ടുള്ള വീഡിയോ കോൾ ചെയ്യുന്നതാണ് പെട്ടെന്ന് മോനികയുടെ മനസ്സിൽ വന്നത്. വെറുതെ ആണെന്ന് പറഞ്ഞ് അവൾ അത് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു സൺഡേ രണ്ടുപേരുടെ വീട്ടിലും എല്ലാവരും ചർച്ചിൽ പോയി. മോനികയും ആകാശും മാത്രം പോയില്ല. അന്ന് രാവിലെ ഒരു 8 മണി ആയപ്പോൾ മോനികയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കോൾ വരുന്നുണ്ട്. അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതേ ഉള്ളൂ. ഫോൺ എടുത്തപ്പോൾ അത് ആകാശായിരുന്നു. അറ്റൻഡ് ചെയ്തു. ജനൽ തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പുറത്തെ ജനലിനരികെ ഇരിക്കുവാണ് ആകാശ്. മോനിക ഷോർട്സും ബനിയനുമായിരുന്നു ഇട്ടിരുന്നത്. അവൾ ജനൽ തുറന്നു. അവളെ കൊതിപ്പിക്കാൻ എന്ന രീതിയിൽ ഒരു നിക്കർ മാത്രം ഇട്ടുകൊണ്ടായിരുന്നു ആകാശ് നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ് ചേച്ചി. മോനിക ചിരിച്ചുകൊണ്ട്, ആ ഗുഡ് മോർണിംഗ്. നീ ഇന്ന് ചർച്ചിൽ പോയില്ലടാ? അവൾ ചോദിച്ചു. ഇല്ല, രാത്രി മുഴുവനും ഞാൻ മറ്റേ ഫിലിം കാണുമായിരുന്നു. എഴുന്നേറ്റപ്പോൾ നല്ലപോലെ ലേറ്റായി, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. മറ്റേ ഫിലിം ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും മോനികയ്ക്ക് മനസ്സിലായി. മോനിക പറഞ്ഞു, അയ്യേ വൃത്തികെട്ടവൻ. ആകാശ് വിട്ടില്ല. എന്താ അയ്യേ?
നീ ഇതൊന്നും കാണില്ലേ, പോടാ പോടാ എന്നും പറഞ്ഞ് മോനി അതും അവോയ്ഡ് ചെയ്തു. അവൻ മോനിയോട് ചോദിച്ചു, നീ നിനക്ക് വേറെ ഒന്നും സംസാരിക്കാനല്ലേ, എപ്പോഴും ഇത് തന്നെയാണല്ലോ? മോനിക ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ മോനികയെ നോക്കിക്കൊണ്ടിരുന്നു. മോനിക അത് ശ്രദ്ധിച്ചു. എന്താ എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ആകാശ് ചിരിച്ചു. എനിക്കൊരു കാര്യം കാണിച്ചു തരാമോ? മോനികയ്ക്ക് കാര്യം മനസ്സിലായി. പോടാ നാറി എന്നും പറഞ്ഞിട്ട് ജനൽ ക്ലോസ് ചെയ്യാൻ പോകാൻ നോക്കി. അപ്പോൾ അവൻ അവളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അജയ് അയച്ചു തരുന്ന ഫിലിമിൽ കാണുന്ന പോലത്തെ നല്ല മുഴുത്ത ഒരു സാധനമായിരുന്നു. അവൾ ഉടനെ തന്നെ ജനൽ ക്ലോസ് ചെയ്തു. മോനികയ്ക്ക് ആദ്യം പേടി തോന്നിയെങ്കിലും അവൾ അത് വീണ്ടും വീണ്ടും ആലോചിച്ചു. ഇൻസ്റ്റഗ്രാമിൽ കുറേ സോറി മെസ്സേജ് വരുന്നുണ്ട്. ആകാശിൻ്റെയാണ്. അറിയാതെ ചെയ്തതാണ്, സോറി ചേച്ചി എന്നൊക്കെ. പക്ഷേ മോനിക മനസ്സിൽ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരി പോട്ടെ, ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, അവൾ റിപ്ലൈ കൊടുത്തു. പിന്നെ 2-3 ദിവസം ചാറ്റിങ്ങും ഫിലിം ഷെയറിങ്ങും ഒക്കെ ആയിട്ട് പോയി. ലീവ് ദിവസം അജയ് ഉണ്ടായിരുന്നെങ്കിൽ സമയം പോകുമായിരുന്നു. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ഫിലിമും കണ്ട് ഉറങ്ങിയുമൊക്കെ സമയം കളയുവാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മോനിക എഴുന്നേറ്റപ്പോൾ അവൾക്ക് എന്തോ ഒരു ഫീല്. നാളെ ഇന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ആകാശ് പാട്ട് പാടുന്ന സൗണ്ട് കേൾക്കുന്നത്. നല്ല പോലെ പാടുന്നുണ്ട്. 10 മണിയായല്ലോ, ഇവൻ സ്കൂളിൽ പോയില്ലേ എന്നും ആലോചിച്ചുകൊണ്ട് അവൾ ജനൽ തുറന്നു. ആകാശ് റൂമിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. ഡാ, സ്കൂളിൽ പോയില്ലേ എന്ന് മോനിക ചോദിച്ചു. ആ ചേച്ചിയോ? ഇല്ല ചേച്ചി, ഇന്ന് പോയില്ല. സ്കൂളിൽ ഇന്ന് എല്ലാവരും ടൂർ പോവുകയാണ്, ഞാൻ പോയില്ല. അതെന്താടാ, ടൂർ ഇഷ്ടമില്ലേ നിനക്ക്? അവൾ ചോദിച്ചു. ഇഷ്ടമൊക്കെയാണ്, കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ എൻജോയ് ചെയ്യാമായിരുന്നു. സിംഗിളായി പോയില്ലേ, ഇനിയിപ്പോൾ വീട്ടിൽ ഇരിക്കുന്നതാണ് എനിക്ക് എൻജോയ്മെന്റ്, ആകാശ് പറഞ്ഞു. അത് കറക്റ്റാ, ചിരിച്ചുകൊണ്ട് മോനികയും പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് മിങ്കിളായി കൂടെ ചേച്ചി? ചേച്ചിയും സിംഗിൾ, ഞാനും സിംഗിൾ. പോടാ കൊച്ചെറുക്കാൻ, മോനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കൊച്ചെറുക്കനാണോ അല്ലയോ എന്ന് ചേച്ചിക്ക് നല്ല പോലെ അറിയാം, ഇല്ലെങ്കിൽ അറിയിക്കാം. വേണോ വേണോ ആകാശ് കുസൃതിയോടെ ചോദിച്ചു. അയ്യോ വേണ്ടായേ, ഞാൻ കഴിക്കാൻ പോവാം. മോനിക അകത്തേക്ക് പോയി. പോകുന്ന തിടുക്കത്തിൽ ജനലടയ്ക്കാൻ മറന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആകാശ് അത് ശ്രദ്ധിച്ചത്. മോനികയുടെ കമ്പ്യൂട്ടറും കുറേ ടെഡിബിയറുമൊക്കെ അകത്തിരിപ്പുണ്ട്. ആകാശ് കുറേ നേരം വല്ലതും കിട്ടുമോ എന്ന് ജനലെ നോക്കി അവിടെ തന്നെ ഇരുന്നു. ഹാളിൽ കൂടെ മോനിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവരൊന്ന് മൂത്രമൊഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ആ ജനൽ അടച്ചിട്ടിരിക്കുന്നു. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഇരുന്നതായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. ഉച്ചവരെ അങ്ങനെയൊക്കെ പോയി. അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ആകാശിന് അറിയാമായിരുന്നു. അവൻ വെറുതെ ടെറസിൻ്റെ മുകളിൽ പോയി. അവിടെ നിന്ന് അവളുടെ വീടിൻ്റെ ടെറസിലേക്ക് ചാടി. അവിടെ ഒരു ടാങ്കുണ്ട്, കോൺക്രീറ്റ് നിർമ്മിച്ചതാണ്. അകത്ത് വെള്ളമൊന്നുമില്ല. അതിൻ്റെ സൈഡിലൊക്കെ ആരെങ്കിലും ഒളിച്ചിരുന്നാൽ പോലും അറിയില്ല, അങ്ങനെയായിരുന്നു. പതിയെ മുകളിലത്തെ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി നോക്കിയപ്പോൾ മോനിക TV-യിൽ യൂട്യൂബ് നോക്കിയിരിക്കുവാണ്. അതിൽ നല്ല ഒരു കമ്പിക്കഥയാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ആകാശിൻ്റെ ഹാർട്ട് ബീറ്റ് നല്ലപോലെ കൂടാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി കിടന്നു. ഇത് പെർഫെക്റ്റ് ടൈമാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ അന്ന് കാണിച്ചു കൊടുത്തതുപോലെ ഫോട്ടോ അയച്ചു കൊടുത്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ അത് കണ്ടു. കണ്ട ഉടനെ തന്നെ ആകാശ് അത് ഡിലീറ്റ് ചെയ്തു. മോനിക ഫോട്ടോ കണ്ട ഭാവം കാണിക്കാതെയായിരുന്നു സംസാരിച്ചത്. എന്താടാ ഡിലീറ്റ് ചെയ്തിപ്പോൾ? ഒന്നുമില്ല. പിന്നെ 2 പേരും മെസ്സേജ് അയച്ചില്ല. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ആകാശ് മെസ്സേജ് അയച്ച് ചോദിച്ചു, ചേച്ചി എല്ലാവരും ഉറങ്ങിയോ? ആടാ, എല്ലാവരും കിടന്നു. ഒന്ന് മുകളിൽ വരാമോ? എന്തു പറ്റിയടാ? മോനിക ചോദിച്ചു. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് വരാമോ? ആ വരാം, വെയിറ്റ് ചെയ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വന്നു.
പതിവ് പോലെ ഒരു ബനിയനും ഷോർട്സുമായിരുന്നു വേഷം. കണ്ടപ്പോൾ അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. ആകാശ് മോനികയുടെ വീടിൻ്റെ ടെറസിൻ്റെ ടാങ്കിനോട് ചേർന്നായിരുന്നു നിൽക്കുന്നത്. ഡാ, നീ എങ്ങനെ ഇപ്പുറത്ത് വന്നേ? ചേച്ചിയെ കാണാൻ എത്തിച്ചാടി വന്നതാ. വീട്ടിൽ ഫുൾ വഴക്കാണ്. ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞുപോയി. അതിൻ്റെ പേരും പറഞ്ഞ് അച്ഛൻ കുറേ അടി തന്നു. അവൻ്റെ തുടയിൽ അച്ഛൻ അടിച്ചതിൻ്റെ പാട് അവൻ കാണിച്ചു കൊടുത്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ടാങ്കിനോട് ചേർന്ന് അവിടെ തന്നെ ഇരുന്നു. അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ അവൻ്റെ കഴിവുകൾ മുഴുവനും പുറത്തെടുത്തു. കുറേ കെഞ്ചേണ്ടി വന്നു അവന്. അവസാനം ടാങ്കിൻ്റെ സൈഡിൽ തന്നെ തുടങ്ങി. ഹൽവയിൽ കത്തി കയറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 12:30 ആകുന്ന സമയത്താണ് മോനികയുടെ ഫോണിൽ അജയുടെ ഒരു കോൾ വരുന്നത്. അപ്പോഴാണ് അവൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നത്. ഹൽവയിൽ നിറഞ്ഞിരുന്ന കത്തി ഒരു പുറത്തെടുത്തുകൊണ്ട് പെട്ടെന്ന് അവൾ റൂമിലേക്ക് ഓടി.